മീൻകാരൻ വന്നപ്പോൾ കൊഞ്ച് ചെമ്മീനാണ് വാങ്ങിയത്. ചെമ്മീൻ ഇന്ന് കറി വെക്കാനാണ്. അപ്പോൾ ചെമ്മീൻ കറി റെഡിയാക്കാം. ഇത് ഞാൻ അത് കാണിച്ചിട്ടില്ല കേട്ടോ, നുറുക്കണതൊന്നും. ഇത് എന്താണ് തക്കാളി, സവോള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അതൊക്കെ മുളകൊക്കെ ഇട്ടിട്ട് വഴറ്റിയതാണ്. അത് എന്നിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചു ഞാൻ. ഇത് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തതാണ്, ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതാണ്. പിന്നെ അതിലേക്ക് നേരത്തെ വെച്ച പേസ്റ്റ് ഒഴിക്കുക കേട്ടോ. ശേഷം പുളി പിഴിഞ്ഞിട്ട് കൂട്ടിയിലേക്ക് ഒഴിക്കുക കേട്ടോ. നേരത്തെ വെച്ച മസാല ഇതിലേക്ക് അരച്ച് വെച്ച തക്കാളി, ഇഞ്ചി, ആ പേസ്റ്റൊക്കെ കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. അവിടെ വയ്ക്കും. പപ്പടം കാച്ചി എണ്ണ ചൂടാക്കി. ഇത് ഇവിടെ ഉണ്ടാക്കണ പപ്പടം തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കണ പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ പപ്പടം ഉണ്ടാക്കുന്നുണ്ട്. ആ പപ്പടമാണ് കേട്ടത്. നേരത്തെ കഴുകി വെച്ച ചെമ്മീൻ കൂട്ടാത്തിരിക്കുക കേട്ടോ. ചെമ്മീൻ ഇടാൻ നിന്നപ്പോഴേക്കും നമ്മുടെ പപ്പടം കരിഞ്ഞു. എണ്ണ ചൂടാക്കാണ്. അതിലേക്ക് എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ലേശം പെരുംജീരകം ഇടുക. എന്നിട്ട് ചെറിയുള്ളി, നന്നാക്കിയിട്ട് അതൊന്ന് കുറച്ചുകൊണ്ട് മൂപ്പ് വരുമ്പോൾ വഴറ്റിയിട്ട് മൂപ്പാവുമ്പോൾ കുറച്ച് കരിവേപ്പില കൂടി ഇട്ടിട്ട് കൂട്ടാതിലേക്ക് താളിച്ചിടും. നല്ല ചെമ്മീൻ കൂട്ട റെഡിയായിട്ടോ. ഇനി ചോറിനാൻ പോവാണ്. മക്കളിങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ചോറായോ. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. നല്ല സ്വാദിഷ്ടമായ തേങ്ങ അരയ്ക്കാത്ത കട്ടിയുള്ള ചെമ്മീൻ കറി ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉപ്പിടാൻ മറക്കരുതേ. പിന്നെ പപ്പടവും കാച്ചി അച്ചാറുണ്ട്. ഞങ്ങൾ കഴിക്കാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല കേട്ടോ.